മാം ഈ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന എല്ലാ ആളുകളും പി സി ജോർജിനെ വിളിക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് എന്ന് തന്നെയാണ്, ഏതൊരാൾ അഭിമുഖം ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വല്ല സാറെന്നോ അല്ലെങ്കിൽ അങ്കിളെന്നോ ഒക്കെ വിളിക്കേണ്ട സമയത്താണ് പി സി ജോർജ് എന്ന് വിളിക്കുന്നത്. സാധാരണ ഈ സിനിമാ നടന്മാരൊക്കെ ആണല്ലോ അങ്ങനെ വിളിക്കുക. എത്ര പ്രായമായാലും നമ്മൾ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് അങ്ങനെയൊക്കെ തന്നെ വിളിക്കുക. അത് കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. വലിയൊരു ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ടല്ലോ. ഈ പൂഞ്ഞാറിലെ ഒരുവിധപ്പെട്ട എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും അദ്ദേഹം പോയി ഇടപെടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം അത് കുറയോ? അതെപ്പോഴും ഇപ്പോഴാണ് കുറച്ച് സമയം ഉള്ളത്. എന്നാലും എല്ലാം എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പണ്ടൊക്കെ ഒന്നും ശ്രദ്ധിക്കാറില്ല. വരുന്നു പോകുന്നു. അത് ഞാൻ വീട്ടുകാരി ശ്രദ്ധിക്കാറില്ല. അതിന് എനിക്ക് ഭാര്യയുണ്ട്, അവൾ വീട്ടുകാരി നോക്കണം. അവൾ നോക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. പിള്ളേർക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അതെല്ലാം അവൾ തന്നെ പക്ഷേ തന്നെ ശ്രദ്ധിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ലെന്ന്. ഞാൻ പുകഴ്ത്തി രക്ഷപ്പെടുകയാണല്ലേ? അല്ല, പുകഴ്ത്തി രക്ഷപ്പെടുക സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഒരു പുകഴ്ത്തില്ല, ഒരിക്കലും ഞാൻ പുകഴ്ത്താൻ എൻ്റെ ആവശ്യമില്ല. അവൾ തന്നെ നോക്കുകയല്ല. പിന്നെ ഞാൻ വന്നില്ല, ഞാൻ ഇല്ലെങ്കിൽ ഒരു മാസം ഞാൻ പോയാലും ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല, അവൾ നോക്കും. അത് ഇപ്പം കൊല്ലം എത്രയായിരുന്നു? 1981 കിട്ടിയത്. അത് 82 81. കൊല്ലം എത്രയായി? 24/10/34/9 മനസ്സിലായില്ലേ? ഇപ്പം 44 വർഷമായി ഈ വീട് നോക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്നാ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഈ 44 വർഷക്കാലം അതൊരു വലിയ കാലയളവായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെ കഴിഞ്ഞു പോയി എന്നൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോവുമല്ലേ. നമ്മളങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകും. ആദ്യം MLA ആയതിനു ശേഷമാണല്ലോ ഈ വിവാഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ആ സമയം തൊട്ടേ ഈ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയാണല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഒപ്പം വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ കൂട്ടുകാരികൾ, അവരുടെ പോലത്തെ ഒരു ജീവിതമൊന്നും അല്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു നിരാശയോ ദുഃഖമൊക്കെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പം തോന്നാറുണ്ട്, ചിലപ്പോൾ അത് കുഴപ്പമില്ലാന്നും തോന്നും, ചിലപ്പം തോന്നും. ഇങ്ങനെ വേറൊരു കാര്യമാണ് വിഷ്ണു, ഞാൻ MLA ആയി എന്താണ് എൻ്റെ ജീവിതം എന്ന് കണ്ടതിന് ശേഷം എന്നോട് കൂടുതലായി കല്യാണം ഒരു ജനുവരി 25-ാം തീയതി. 26-ാം തീയതി നേരത്തെ ഫിക്സ് ചെയ്തൊരു പ്രോഗ്രാം NTR ഉണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ കാറ് ഓടിച്ച് കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ പക്ഷേ നിങ്ങൾ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ എന്തായിട്ട് പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം വരാൻ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ ഒന്ന് എടപ്പാടി ഇവിടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഏറ്റ പ്രോഗ്രാം ഞാൻ കട്ട് ചെയ്യാറില്ല, അതാണ് പ്രശ്നം. അതിനകത്ത് അവൾക്ക് അതിന് കുറ്റം പറയാൻ ആവശ്യമില്ല. കാരണം അവൾ നല്ല ബോധ്യത്തോടു കൂടി എന്നെ കിട്ടിയത്. ഞാൻ എന്നോട് പറഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെക്കാമെന്ന് ഞാൻ പറഞ്ഞ അവളോട്. പറഞ്ഞു അല്ല, വേണമെങ്കിൽ തർക്കം വേണ്ടെന്ന്. മനസ്സിലായില്ലേ? ഒരു പൊളിറ്റീഷ്യനെ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് വിചാരിക്കുക, ഫുൾ ടൈം പൊളിറ്റീഷ്യൻ. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താ ഒരു ഉപദേശം കൊടുക്കാനുണ്ടാവുക? ഒരു ത്യാഗമയിയായ ഭാര്യ, അത്രേ ഉള്ളൂ. സഹിക്കാനും ക്ഷമിക്കാനും. ഇപ്പോൾ BJP കയറുന്നതിനേക്കാൾ മുമ്പ് 3 തവണ അടുപ്പിച്ച് സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ധൈര്യം? നമ്മുടെ ദൈവവിശ്വാസം, അതാണ് ധൈര്യം. എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോയിരുന്നത്? എനിക്കൊന്നും തോന്നില്ല. പിണറായിയുടെ അയാളുടെ പോലുള്ള ചെയ്യട്ടെ, പോലീസെല്ലാം വന്ന് ഞാൻ തയ്യാറാന്നു. രാത്രി ഒരു 2-2:30 ആയപ്പോൾ ഞാൻ ഏറ്റപ്പം ഈ വീടിന് പുറത്ത് നമ്മുടെ റോഡിൽ കൂടെ നിറച്ച് ഒരു 10-20 പോലീസുകാരുണ്ട്. ഞാൻ കിടന്നുറങ്ങി. എന്നാന്ന് എനിക്ക് അന്ന് ഇച്ചിരി ഈ SDP എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാനത് അതിൻ്റെ വല്ലതും ഇന്ന് രാത്രി വരുമെന്നല്ല പറഞ്ഞ് പോലീസ് എന്നെ രക്ഷിക്കാൻ നിൽക്കുന്നത് ഞാൻ ഓർത്തത്. ഒരു 5-5:30 ആയപ്പോൾ ബെല്ലടിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ റോഡിൽ നിന്ന് പോലീസെല്ലാം വീട്ടിൽ ചുറ്റുമുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. എന്നെ എല്ലാം കൂടെ ഇത്രയും ബഹളം, എന്നാ പ്രശ്നം? അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അറസ്റ്റ് ചെയ്യാനും കോടതി കയറാക്കും. നമ്മൾ നിങ്ങൾ പറയേണ്ട കോടതി കയറാക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അസിസ്റ്റന്റ് കമ്മീഷണറാണ്, ഞാൻ ചോദിച്ചു വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ഇത്രയും പോലീസുകാർ തിരുവനന്തപുരത്ത് വന്നെങ്കിൽ എന്ത് കാര്യത്തിൽ വന്നു? ഇപ്പോൾ ഈരാറ്റോട്ടെ പോലീസ് ഇപ്പോൾ എല്ലാം കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഒരു ഫോണിൽ വിളിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വരുമല്ലോ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നു? ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അവർ മര്യാദ കണ്ട് പഠിക്കുക. ഞാൻ ഇപ്പം ഒരു ബനിയനും കയ്യിലും കൊണ്ടുപോകാം. ഞാൻ ബാക്കി ഇറങ്ങി പോയേക്കാന്ന് ഞാൻ വണ്ടിയിൽ കയറുന്നു. അപ്പം പറഞ്ഞ് അതല്ല, കുളിച്ചിട്ടൊക്കെ വന്ന് വളരെ നന്നായി. ഞാൻ പോയി കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ വന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മകനും വന്ന് ഓടി കയറി. പിന്നെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. അത്രയപ്പോൾ ഞങ്ങൾ നേരെ പോലീസ് അപ്പുറം ഇപ്പുറം പോലീസുമായിട്ടൊക്കെ പോയി. ഇവിടം മുതൽ ദൈവാനുഗ്രഹം ഇത് മുഴുവൻ ചാനലുകൾ വന്നുകൊണ്ടിരുന്നു. RSൻ്റെയും BJPയുടെയും പ്രവർത്തകരെല്ലാം റോഡിൽ ഇവിടം ഈരാറ്റുപേട്ട മുതൽ തിരുവനന്തപുരം വരെ ക്യൂ നിന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നതെല്ലാം നോക്കിയുണ്ട് അവർ പോകാറാ. പിണറായി അങ്ങനെ അറസ്റ്റ് ചെയ്ത് നന്നായി കേട്ടോ. എനിക്ക് ഈ BJPയുടെ ഇത്രയും ഒരു നന്ദിയും കടപ്പാടും ബന്ധവും ഉണ്ടായത് ഒറ്റ അറസ്റ്റാണ്. അവിടെ ചെല്ലുന്നപ്പോൾ കോടതി പൊക്കളാനും പറഞ്ഞു. അതാ രസം. അപ്പോൾ എന്തിനെന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കയറ്റിപ്പോൾ മൈസൂരായിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെക്കിച്ച് അത് ആ തമാശ കൊണ്ടൊന്ന് പറയണമല്ലോ. ഞാനിങ്ങനെ 3-ാം നിലയിലാണ് മൈസൂരായിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ട് കയറാക്കാൻ പോവുക. അപ്പോൾ ഈ പോലീസുകാരെല്ലാം എന്നെ പോകുന്നു. ഞാനും പറയും എൻ്റെ പുറകിൽ
ഒന്നേരം ഉണ്ട് ഒരു 50 പോലീസ്. ഞാൻ താഴെ നിന്ന് നോക്കിയ ഒരു പെണ്ണാണ് നിൽക്കുന്നത് മുകളിൽ. മൈസേട്ടൻ്റെ ഭാര്യയാന്ന് എന്നെ ചോദിച്ചു. എനിക്ക് അവളെ നല്ല പരിചയം. ഓർത്തപ്പോൾ അവൾ ലോ അക്കാഡമിയിലാന്ന് തോന്നുന്നു, ലോ അക്കാഡമി കോളേജോ SFIയുടെ കൗൺസിലറാണ്. അവൾക്ക് എതിരായിട്ട് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പം ഞാനവിടെ ദൈവം മൈസേട്ടൻ്റെ ഭാര്യ ഇതാണ്, മൈസേട്ടൻ എന്നെ ആയിരിക്കും ദൈവം എന്നൊക്കെ വിചാരിച്ചാൽ കയറിച്ചില്ല. ഞാൻ കയറി ആ മൈസേട്ടൻ്റെ ഫ്ലാറ്റിലെത്തി. ചെന്നേ അവൾ ഒരു ഒറ്റ ചൂടാഴ്ച ഇവരോട് പോലീസ്. ഈ മനുഷ്യൻ എന്തിനാണ് പിടിച്ചോണ്ടെന്ന് ചോദിച്ചു. എന്ത് കാര്യം നിങ്ങൾക്ക്, എന്ത് കേസ്? ഞാൻ ചോദിച്ചു സാറേ വേഗം വീട്ടിൽ ചെല്ലും, ഉഷിച്ചേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര ഫീലിങ്ങാണ്, ഉഷിച്ച് നിർത്തരുത്, ഇപ്പം വണ്ടിയിൽ കയറി ഈരായിട്ടൂടെ ചെല്ലണം തോന്നുന്നു. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഇവള് മൈസൂരേട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഓ, അത് മജിസ്ട്രേറ്റ് ആയിരുന്നു. മൈസൂരേട്ടായിരുന്നു, വനിതാ മൈസൂരേട്ട്. എന്തൊരു മിടുക്കി കൊച്ചാന്ന്. SFI ആയിരുന്നു അവള്. അവിടെ ഭർത്താവ് മാവേലിക്കര CPMൻ്റെ കൗൺസിലറാണ്, ലീഡറാണ്. അത്ര പ്രഗത്ഭയായ പെങ്കൊച്ചാണ്. പക്ഷേ അവൾക്ക് പോലും ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല. ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ടിരുന്നു. അവൾ കേസ് പോലീസുകാർ അവൾ ഷൗട്ട് ചെയ്ത് നാറ്റിച്ചു കളഞ്ഞു. ഞാൻ നിൽക്കാൻ വേണ്ട സാർ വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി അന്നേരം വണ്ടിക്ക് ഇവിടെ എത്തി. അതൊരു മജിസ്ട്രേറ്റാകുക, ഒരു ജഡ്ജിയാകുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പ്രകാരമാണ്. അവരുടെ മനസാക്ഷി അനുസരിച്ച് അവർ പ്രവർത്തിക്കും, അല്ലാതെ രാഷ്ട്രീയം വിടും. രാഷ്ട്രീയം എത്താൻ ആ കൊച്ചനെ റിമാൻഡ് ചെയ്യും. രാഷ്ട്രീയത്തിന് അപ്പുറമാണ് ഭരണഘടന. ആ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി എന്നോട് പെരുമാറി. ആ നന്ദിയുണ്ട് എനിക്കിപ്പോഴും മനസ്സിൽ. സത്യം പറയാം, ഇതുവരെയും പോയി കാണുമോ നല്ല വാക്ക് പറയുമെന്ന് ഞാൻ ചെയ്തില്ല. പക്ഷേ ഇതുപോലെ മൂന്നാമത് എന്നെ അറസ്റ്റ് ചെയ്തു. അത് നാണം കെട്ട കേസാണ്. ഒരു 6-7 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എൻ്റെ ശാസ്ത്രമംഗലം വക്കീല എൻ്റെ അങ്ങനെ പറഞ്ഞ സാറേ 7 ദിവസങ്ങളിൽ കിടക്കേണ്ടി വരുന്നത്, ഹൈക്കോടതി ജാമ്യം കിട്ടുള്ളൂ. ബലാത്സംഗ കേസാണ്. പച്ച കള്ളമാണെന്ന് മജിസ്ട്രേറ്റിന് അന്നേരം മനസ്സിലായി. ഒരു മിടുക്കിയായ മജിസ്ട്രേറ്റാണ്. അപ്പോൾ വക്കീലന്മാർ ഒരു 100 വക്കീലന്മാരും കൂടി രാത്രി 7 മണിക്ക് കോടതി വിളിച്ചിരിക്കുക. അവിടെ കോടതിയിൽ കേൾക്കുള്ളൂ കേസാണ് മജിസ്ട്രേറ്റ്. കയറ്റിയത് ഇപ്പം റിമാൻഡ് ചെയ്യാനേ പറ്റുള്ളൂ അവർക്ക്. റിമാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, നിങ്ങളോട് ചോദിക്കണം പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, അത് ഞാൻ റെക്കോർഡ് ചെയ്യണം. ഞാൻ പോലീസിൽ ഹരാസ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, എന്നോട് മാന്യമായിട്ട് പെരുമാറിയത്. ഈ SS റിമാൻഡ് ചെയ്യണം, കേസ് അങ്ങനെ സെഷൻ കോടതിയോട് കൊടുക്കണം, കമ്മിറ്റ് ചെയ്യണം. ഞാൻ സോറി ഒരു ചെറിയ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ വക്കീലന്മാർ ചിരി തുടങ്ങി, ഇത് ആദ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. ഞാൻ നിരപരാധിയാണ്, ഞാൻ എപ്പം മജിസ്ട്രേറ്റ് വിളിച്ചാലും ഈ കോടതി എപ്പോൾ പറയുന്നത് അപ്പം ഞാൻ കോടതി വന്നോളാം, എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശാസ്ത്രം അഡ്വക്കേറ്റ് കയറി വിഷയമായിട്ട് പറഞ്ഞു. ഉടനെ അങ്ങനെ മജിസ്ട്രേറ്റ് വെയിറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് അകത്തോട്ട് പോയി. 1.5 മണിക്കൂർ നേരെ ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയാണ് ജഡ്ജ്മെൻ്റായിട്ട് നടത്തുന്നത്. അവരെ ആ പരാതി കൊടുത്ത സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ നിരപരാധിത്വം അംഗീകരിച്ചുകൊണ്ട് വരെ വെറുതെ വിട്ടെന്ന് മാത്രമേ. പിന്നെ കേസേ വന്നില്ല, സൂക്കട് തീർന്നു. അത്ര നേരം ജഡ്ജ്മെൻറ്റാണ്. ആ മജിസ്ട്രേറ്റിനെ ഞാൻ ഈയിടെ കണ്ടു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈയിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പം ഒരു ചരമം, ഒരു പടം വെച്ചാൽ അത് ചുമ്മാ വായിച്ചപ്പം ഇത് 2 ദിവസം മുമ്പത്തെ പത്രമാണ്. തിരുവനന്തപുരം 3ാം ക്ലാസ് വയസ്സായിട്ട് കോടതിയിലെ മജിസ്ട്രേറ്റിൻ്റെ അപ്പനാണ്. അപ്പോഴാണ് ഓർത്ത് ദൈവം എന്നെ വിട്ട മജിസ്ട്രേറ്റിൻ്റെ അപ്പനാണെന്ന്. ഞാൻ നോക്കിയപ്പോൾ കോട്ടയത്താണ് വീട്. ഞാൻ ഇവിടുന്ന് വിട്ടന്നേരെ കോട്ടയത്ത് ചെന്നു. അമ്മയും ആങ്ങളെ ഉണ്ടായിരുന്നു. അവരുടെ അമ്മയും ആങ്ങളൊക്കെ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചോട്ട് ഭയങ്കര സ്നേഹം പറഞ്ഞു. അവർക്ക് അറിയായിരുന്നു. അപ്പോൾ മകളുമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. കഴിച്ചു അന്നേരം തന്നെ മകളെ വിളിച്ചു. മകൾ അവിടെ അടുത്ത് ഉണ്ടായിരുന്നു, ഒരു രണ്ടാമത്തെ വേറൊരു വീടുണ്ട് അവിടെ. പിന്നെ മകൾ ഓടി വന്ന് ഞങ്ങൾ കുറച്ച് സ്നേഹം. ഞാൻ മനുവളെ ഞാൻ നേരത്തെ കണ്ടില്ല, പടം ഇന്ന് പത്രം വായിച്ചോ കണ്ട, അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. ഒരു നന്ദി എന്തേലും ഒരു സ്നേഹമാണ് അത്. അങ്ങനെ പോയി അതല്ലാതെ മജിസ്ട്രേറ്റുമാരെയും കണ്ടിട്ടില്ല. രണ്ടാമത് വേറെ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, എന്നെ ഞാൻ അവരെയും കണ്ടിട്ടില്ല.